Reflex Tech വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു വാട്ടുള്ള ഒരു AVRന്റെ റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഇത്ര നാളും ചെയ്തിരുന്നത് പെർ ചാനൽ 100 വാട്ട് അല്ലെങ്കിൽ പെർ ചാനൽ 20 വാട്ടിലേക്കാണ് മിക്കവാറും ആംപ്ലിഫയറുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി നമുക്ക് വാട്ട് കൂടുതൽ വേണ്ടി വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വലിയ ബഡ്ജറ്റ് വരാത്ത രീതിയിലാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിലെ ബോർഡുകൾ എന്തൊക്കെ ഉപയോഗിച്ചാണ് നമുക്ക് ഈ വീഡിയോ കൂടി പരിശോധിക്കാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് TDS 7265 ആണ്. അത് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് 12 വോൾട്ടിൽ വർക്ക് ചെയ്യും. നമ്മൾ ഒരു 27 വോൾട്ടിൽ വർക്ക് ചെയ്യാവുന്ന TDI IC എടുത്താലും നമുക്ക് 100 വാട്ട് ചെയ്യുന്നുണ്ട്, 80 വാട്ട് ചെയ്യുന്നുണ്ട്, പൈസയിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്കൊരു മീഡിയം ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ 5 IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 ചാനലിന് വേണ്ടിയിട്ട് 5 TDI ICകളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. യൂണിവേഴ്സലിൻ്റെ ബോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ സബിന് വേണ്ടി നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള മോസ്ഫെറ്റ് തന്നെയാണ് യൂണിവേഴ്സലിൻ്റെ IRF 240 9240 ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സബ്വൂഫറിന് വേണ്ടിയിട്ട് 200 വാട്ടാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് സറൗണ്ട് ബോർഡ്, DTSന്റെ കാർഡ്, അതുപോലെ തന്നെ HDMIയുടെ കാർഡ് ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ PCM കിറ്റ് സ്ഥിരം ഉപയോഗിക്കാറുള്ള GTECന്റെ PCM കിറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒപ്റ്റിക്കൽ, കോയാക്സിൽ, അനലോഗ് ഇൻപുട്ട് ഇതൊക്കെയാണ് ഇതിനകത്ത് ഇൻപുട്ടുകളുള്ളത്. HDMI കാർഡ് നമ്മൾ GTECന്റെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് മുൻപ് നമ്മൾ GTECന്റെ HDMI കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത HDMI കാർഡാണ്. 4 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് ARC ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഒരു DTSന്റെ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ആ കാർഡ് ഉപയോഗിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ HDMIയിൽ നിന്ന് വരുന്ന 5.1 DTS ഒറിജിനൽ DTS ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ആ DTS കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 ചാനലിന് വേണ്ടി നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് പവർട്രിക്കിൻ്റെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ആണ്. അതിനകത്ത് 27027 AC വോൾട്ടിൽ 5 ആംപിയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. DC ആകുമ്പോൾ നമുക്ക് 35035 കിട്ടുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ 12012 എടുത്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ HDMI കാർഡ്, മറ്റുള്ള PCM കിറ്റ് ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് 12012 വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. പവർ സപ്ലൈ ബോർഡ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത പവർ സപ്ലൈ ബോർഡാണ്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. HDMI നമുക്കിത് 4K സപ്പോർട്ടഡ് ആണ്. നമുക്ക് 4K വീഡിയോ നമുക്ക് ഇടാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ ഓഡിയോ ഉപയോഗിക്കുന്നത്. പിന്നെ ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്ഥിരം വീഡിയോയിൽ പറയാറുള്ളതൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് യൂട്യൂബ് തരുന്ന ഓഡിയോസാണ് ഇടാൻ സാധിക്കുള്ളൂ. കാരണം ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഈ ഭാഗത്ത് നമ്മളാണ് ഫ്യൂസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ AC കോഡിൻ്റെ കണക്ടറാണ് ഈ ഭാഗത്ത്. പിന്നെ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 2-3 ടൈപ്പിൽ നമ്മൾ സപ്ലൈകൾ എടുത്തിട്ടുണ്ട് AC വോൾട്ടായിട്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ TDI ICക്ക് വേണ്ടിയാണ്. അത് 12012 ആണ്. അതൊരു 8 ആംപിയർ ആണ് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ കൂടാതെ നമ്മൾ സബ്വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 27027, അതായത് DC വോൾട്ട് ആകുമ്പോൾ 35035 ആണ് എടുത്തിരിക്കുന്നത്. അതൊരു 5 ആംപിയറിലാണ്. പിന്നെ നമ്മുടെ തന്നെ പവർ സപ്ലൈയിലാണ് കെൽട്രോണിൻ്റെ കപ്പാസിറ്ററും 10000 നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സബിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്ററാണ്. പിന്നെ ഒരു ബക്ക് വെച്ച് കൊടുത്തതിൻ്റെ HDMIക്ക്, പിന്നെ ഫാനിന് വേണ്ടിയുള്ള കണക്ഷൻ, സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കണക്ഷൻ, ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ ബനാന സോക്കറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെ പ്ലസ് മൈനസാണ് സ്പീക്കർ ഔട്ടുകളാണ്. ഇതിൽ നമ്മൾ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് പവർട്രിക്കിൻ്റെയാണ്. അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് 5 ചാനലാണ്. ഇത് TDA 7265 ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ചാനലും 50 വാട്ട് വീതമാണ് കിട്ടുന്നത്. നല്ല രീതിയിലുള്ളൊരു ഓഡിയോ ക്വാളിറ്റിയുള്ളൊരു IC ആണിത്. നമ്മൾ ഇനി മുതൽ ഇത്തിരി വാട്ട് കൂടുതൽ വേണമെങ്കിൽ ഈ IC ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ബോർഡുകളെല്ലാം വന്നിരിക്കുന്നത്. താഴെയാണ് നമ്മുടെ PCM കിറ്റ് വന്നിരിക്കുന്നത്. ഇത് 5.1 പ്രൊലോജിക് PCM കിറ്റാണ് GTECന്റെ. അതിന് മുകളിലായിട്ടാണ് നമ്മളൊരു DTS കാർഡ് വെച്ചിരിക്കുന്നത്. സൺപ്ലസിൻ്റെ IC വെച്ചിട്ടുള്ള ഒരു DTS കാർഡാണ്. അതിന് തൊട്ട് മുകളിലാണ് GTECന്റെ തന്നെ ഒരു HDMI 4 HDMI ഇൻപുട്ടും ARC ഉള്ള ഒരു ബോർഡും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സബ്വൂഫറിൻ്റെ ബോർഡാണ്. ഇത് IRF 240 9240 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. യൂണിവേഴ്സലിൻ്റെ ബോർഡാണ്. ഇതിനകത്ത് 200 വാട്ട് RMS ആണ് നമുക്ക് സബ്വൂഫറിന് വേണ്ടി ലഭിക്കുന്നത്. പിന്നെ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വയറിംഗ് ആണ് ഇതെല്ലാം പോയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വയറിംഗ് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് നമുക്കിത് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സൈഡിൽ കൂടെ എല്ലാവരും വയറുകളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തെല്ലാം ഇതിൻ്റെ ഡിസ്പ്ലേ, USB പാനലിൻ്റെ മറ്റുള്ള കാര്യങ്ങളാണ് ഈ ഫ്രണ്ട് പാനലിൽ ഇതിൽ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കോയാക്സിലാണ്. കോയാക്സിലിൻ്റെ 2 ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. കോയാക്സിൽ 1, കോയാക്സിൽ 2. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഓക്സിലറി ഇൻപുട്ട്. നമുക്ക് DVD-യിൽ നിന്നോ അതുപോലെ തന്നെ TV-യിൽ നിന്നോ സെറ്റപ്പ് ബോക്സിൽ നിന്നോ കൊടുക്കാനുള്ള ലെഫ്റ്റ് റൈറ്റ് 2
അനലോഗ് ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വരുന്നതെന്നാണ് PCM ഇൻപുട്ട്, അതായത് ഒപ്റ്റിക്കൽ ഇൻപുട്ട്. പിന്നെ വരുന്നത് DVD ഇൻപുട്ടാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ HDMI 4 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും കൊടുത്തിരിക്കുന്നത്. ഇത് HDMI 1, 2, 3, 4, അതുകൂടാതെ HDMI ഔട്ട്, അതുപോലെ തന്നെ ARC ഇൻപുട്ട്, ഇത് രണ്ടും കൂടി ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 5.2 ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സബിനുള്ള ഒരു ഹോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഒരു സബ് വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് സബ് പ്ലസും മൈനസാണ് ഈ കാണുന്നത്. പിന്നെ വരുന്നത് സറൗണ്ടിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ പ്ലസ് മൈനസ്. പിന്നെ വരുന്നത് സെൻട്രൽ ചാനൽ, അതിൻ്റെ അടുത്തായിട്ടാണ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനൽ വന്നിരിക്കുന്നത്. അതുകൂടാതെ വന്നിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ സോക്കറ്റാണ്, നമ്മൾ 3-pin സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ഫ്യൂസ് എൽക്കോൺ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ബ്ലാക്കിൽ തന്നെ അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരം പോർഷൻ വന്നിരിക്കുന്നത് ഗ്ലാസ് ടൈപ്പിലാണ്, ഗ്ലോസി ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. ഗ്ലാസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഔട്ടറായിട്ട് വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷിലാണ്, ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ നമ്മുടെ സ്ഥിരം ഉപയോഗിക്കാനുള്ള എൽക്കോണിൻ്റെ പവർ ഓൺ സ്വിച്ചാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റോട്ടറിയാണ്. റോട്ടറി പ്ലസ്, ഇതിനകത്ത് നമുക്ക് വോളിയം പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാം നമുക്ക്. അത് ഓക്സിലറി ഇതുപോലെയുള്ള ഇൻപുട്ടുകൾ, അല്ലെങ്കിൽ ഇത് ലോങ് പ്രസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്നത് ഇതിനകത്ത് നമ്മൾ ഫ്രണ്ട് വോളിയം, നമ്മൾ ഓരോ പ്രസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വോളിയം, റിയർ, സെൻറ്റർ, സബ് ഇതെല്ലാനായിട്ട് നമുക്ക് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മാസ്റ്റർ വോളിയാണ് ഈ കാണുന്നത്. ഇത് വന്നിരിക്കുന്നത് HDMI ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇൻപുട്ട് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യും തോറും 1, 2, 3, 4 ഇവിടെ ചേഞ്ച് ആവും. അതുപോലെ തന്നെ ARCയും ഇതുപോലെ തന്നെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ LED ബൾബാണിത്. ഇത് അതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയിലെല്ലാം നമുക്ക് ഒരുമാതിരി എഴുതി കാണിക്കും ഇൻപുട്ടുകളെല്ലാം. ഇത് വന്നിരിക്കുന്നത് നമുക്ക് USB ആണ്. USB-യിൽ നമ്മൾ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ USB, ബ്ലൂടൂത്ത് ഇതെല്ലാം വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് സബ് വൂഫറിൻ്റെ വോളിയാണ്. ഇത് കൂടുതലും ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. വർക്കിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് സബ് വൂഫറിൻ്റെ വോളിയം കുറയ്ക്കണമെന്നുണ്ടെങ്കിലും ഇതുവഴി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ മിക്ക വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ റിമോട്ട് ചില സമയത്തൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് മിക്ക വീഡിയോയിലും ഞാനത് പറയുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നത് ഡിജിറ്റൽ ഇൻപുട്ടാണ്. ഒപ്റ്റിക്കൽ, കോയാക്സിൽ ഇതെല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ഇൻപുട്ടാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. പിന്നെ വന്നിരിക്കുന്നത് HDMI 5.1. ഇത് പ്രസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5.1 Dolby, 5.1 DTS ആയിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ആ ബട്ടൺ. അതിൻ്റെ താഴെയായിട്ട് VU മീറ്റർ, DVD അനലോഗ് ഇൻപുട്ട്, TV അനലോഗ് ഇൻപുട്ട്, പിന്നെ USB. ഈ USB ആണ് മിക്കവാറും എല്ലാവർക്കും കൺഫ്യൂഷൻ വരാറുള്ളത്. അത് നമ്മൾ ബ്ലൂടൂത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB പ്രസ് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന മോഡുണ്ട്. ഈ മോഡിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിലറി, അതുപോലെ തന്നെ FM, BT, ബ്ലൂടൂത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ബ്ലൂടൂത്തിൽ വന്ന് നിർത്തിയതിന് ശേഷം നമുക്ക് ഫോണിൽ സെർച്ച് ചെയ്ത് ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഡിവൈസ് കിട്ടും. അത് പെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ബട്ടണുകളെല്ലാം USB പാനലിൻ്റെ പ്ലസ്, വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളത്, പാട്ട് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണുകൾ, പിന്നെ മ്യൂട്ട് ബട്ടൺ, പിന്നെ ഫ്രണ്ട് ചാനലിൻ്റെ വോളിയം, റിയർ ചാനലിൻ്റെ വോളിയം, സെൻറ്റർ, സബ് വൂഫർ, മാസ്റ്റർ വോളിയം. ഇതിൻ്റെ താഴെയായിട്ടാണ് ബേസ്, ട്രബിൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം 1, 2, 3 പാട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയൊക്കെയാണ് റിമോട്ടിലും വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാ സ്പീക്കറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന അവാർഡിൻ്റെ 4 ഇഞ്ചാണ് തൽക്കാലം കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ട് ലെഫ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ സെൻട്രൽ ചാനലും 2 4 ഇഞ്ചും വിത്ത് ട്യൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ചാനലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിലും ഇതേ സെയിം ബോക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. USB വഴിയാണ് ഇപ്പോൾ നമ്മൾ പാട്ടിട്ടിരിക്കുന്നത്.
അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ കാര്യങ്ങൾ എത്ര വോൾട്ടേജ് എത്ര ട്രാൻസ്ഫോമറിൻ്റെ എത്ര ആംബിയർ വോൾട്ട് ഇതെല്ലാം ഇതിൻ്റെ വില വിവരങ്ങളെല്ലാം ഞാൻ താഴെ എഴുതാറുണ്ട്. നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ അപ്ഡേഷൻ വന്നതിന് ശേഷം പഴയ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോ കൊടുത്തു കഴിഞ്ഞാൽ കാണായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ എഴുതിയതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ ഒരു മോർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടും, ഇതിൻ്റെ വില വിവരങ്ങളും കിട്ടും. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ താഴെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും എഴുതാറ്. അത് പോയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡയറക്റ്റ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക, ഡയറക്റ്റ് കോൾ വിളിച്ചാൽ മതി. ഞാൻ ഇതിനകത്ത് ടൈം കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാലാണ് സിഗ്നൽ ക്ലിയർ ആവുള്ളൂ. അതിന് മുമ്പ് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് 11 മണി മുതൽ വിളിച്ചാൽ മതി എന്ന് ഞാൻ ഇതിനകത്ത് ടൈം കൊടുക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. രാത്രി ഏകദേശം ഒരു 9-10 മണി വരെയൊക്കെ ഞാൻ കോൾ എടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.